ലോക ശ്രദ്ധ വീണ്ടും പശ്ചിമേഷ്യയിലേക്ക് തിരിയുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ സൈനിക നീക്കത്തിന്റെ മുന്നോടിയായി ഇസ്രയേൽ സൈന്യം സ്വീകരിക്കുന്ന അതീവ സുരക്ഷാ നടപടികൾ, ഇറാൻ പുനഃസ്ഥാപിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾ, ഇസ്രയേലിന് ലഭിക്കുന്ന നിർണായക വിദേശ സഹായങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം ഒരു അടുത്ത യുദ്ധം അനിവാര്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇസ്രയേൽ മാധ്യമമായ i24 റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ അവരുടെ മിസൈൽ സംവിധാനങ്ങൾ അതിവേഗം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. മുമ്പ് നടന്ന ആക്രമണങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇറാൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഈ സൈനിക മുന്നേറ്റം ഇസ്രയേലിന് ഒരു നിലനിൽപ്പിനുള്ള ഭീഷണിയായി മാറാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ ഉറച്ച നിലപാടെടുക്കുന്നു. ഈ ഭീഷണി തടയാൻ നടപടിയെടുക്കുകയല്ലാതെ ഇസ്രയേലിന് മറ്റ് മാർഗങ്ങളില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇരുവരും വലിയൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. ഇറാൻ അവരുടെ പ്രതിരോധം ശക്തിപ്പെടുത്താനും പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാനുമുള്ള ശ്രമത്തിലാണ്. അതേസമയം ഇറാനെ എങ്ങനെ നേരിടണം എന്നതിനായി ഇസ്രയേൽ ഒരു പുതിയ സമഗ്ര യുദ്ധ പദ്ധതി ആവിഷ്കരിക്കുന്ന തിരക്കിലാണ്. ഈ ആസൂത്രണങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യാക്രമണത്തിനോ ഒരു മുൻകരുതൽ ആക്രമണത്തിനോ ഇസ്രയേൽ മടിച്ചേക്കില്ല എന്നാണ്. ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ നിർണായക റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇസ്രയേലി ചാനൽ 11 റിപ്പോർട്ട് ചെയ്തത് പ്രകാരം UAE സഹായത്തോടെയുള്ള ഒരു വലിയ സൈനിക നീക്കമാണ് ബെൻഗുരിയോൻ വിമാനത്താവളത്തിൽ നടന്നിരിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത ഓഷ്കോഷ് സൈനിക ട്രക്കുകളും വൻതോതിലുള്ള മറ്റു സൈനിക ഉപകരണങ്ങളുമായി ഭീമാകാരമായ ഒരു അന്റോനോവ് AN-124 കാർഗോ വിമാനം ഇസ്രയേലിലെ ബെൻഗുരിയോൻ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. അമേരിക്കൻ നിർമ്മിത ഉപകരണങ്ങൾ ഒരു അറബ് രാജ്യം വഴി ഇസ്രയേലിലേക്ക് എത്തുന്നു എന്നത് ഈ സൈനിക സഹായത്തിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. ഇത് ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. വരാനിരിക്കുന്ന യുദ്ധത്തിൽ നിർണായകമാകുന്ന ഉപകരണങ്ങളാണ് ഇപ്പോൾ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ ഇസ്രയേൽ സൈന്യം ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിലും അതീവ ജാഗ്രത പാലിക്കുന്നു. അടുത്ത യുദ്ധം സൈബർ ഇടത്തിലും ശക്തമായിരിക്കും എന്നതിന്റെ സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ലഫ്റ്റനന്റ് കേണൽ പദവിയോ അതിന് കൂടുതലോ റാങ്കുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പകരം സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായ ഐഫോണുകൾ മാത്രമേ ഇനി മുതൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. സൈനിക രഹസ്യങ്ങൾ ചോർത്താനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടാണ് ഇസ്രയേൽ ഈ കർശനമായ നടപടിയിലേക്ക് നീങ്ങിയത്. രഹസ്യാത്മക വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ ഉപകരണങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുക എന്നത് വരാനിരിക്കുന്ന കടുത്ത സൈനിക നീക്കങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരു ഡിജിറ്റൽ സുരക്ഷാ മുന്നൊരുക്കമായി കണക്കാക്കാം. ഇറാൻ സൈനിക സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുമ്പോൾ അതിനെ നേരിടാൻ ഇസ്രയേൽ സൈനിക സഹായങ്ങൾ സ്വീകരിച്ച് ശക്തി വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ സൈനിക വിവര സുരക്ഷ ശക്തമാക്കി ഒരു അടുത്ത തലത്തിലുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ഈ സൂചനകൾ വ്യക്തമാക്കുന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം.